Hello friends, welcome to Dhruvdev World Malayalam Recipes. ഇന്നിവിടെ കടല ഇഷ്ടുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വറുത്തരച്ച കടലക്കറിയൊക്കെ കൂട്ടണമെന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണം. പക്ഷെ സമയമില്ല ഈ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് അങ്ങനെയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് കടല തലേ ദിവസം കുതിർക്കാൻ ഇട്ടിരുന്നു. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. കടല ഇഷ്ടൂല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത്, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച 2 സവാള, നീളത്തിലരിഞ്ഞ സവാള ചേർക്കുകയാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കടലയ്ക്കും ഓരോ പാകമാണല്ലോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക കടല. അപ്പം നമ്മൾ കടല വേവാൻ വച്ചിട്ടുണ്ട്. കടല വെന്ത് വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയും അതുപോലെ തന്നെ ഇവിടെ ചെറുതായതുകൊണ്ട് ഞാൻ 6 വറ്റൽമുളക് എടുത്തിരിക്കുകയാണ് കേട്ടോ. അത് കൊല്ലമുളക്, വറ്റൽമുളക് എന്നൊക്കെ പറയും, ചുവന്ന മുളക്, അതും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറക്കണം. കരിഞ്ഞു പോവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലായിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇവിടെ മല്ലിയും ഉണക്കമുളകും കൂടി കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറക്കാൻ ശ്രദ്ധിക്കുക. കാരണം കരിഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ആ രുചി തന്നെ മാറിപ്പോവും. അതുപോലെ തന്നെ മല്ലി കറക്റ്റായിട്ട് ചോക്കെ വറുത്തില്ലെങ്കിൽ ആ പച്ചമല്ലിയുടെ ഒരു സ്വാദായിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു 1/4 ഭാഗത്തോളം ചുവന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തീ ഓഫാക്കി വെച്ചിട്ട് ഈ പാത്രം, നമ്മൾ വറുക്കുന്ന ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആറി വരുമ്പോൾ നമുക്ക് തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കടല വെന്തും കഴിയും. ഇവിടെ മല്ലിയും മുളകും കൂടി വറുത്ത് വെച്ചത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തേങ്ങയും കൂട്ടി, ഇവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മല്ലിയും ഈ മുളകും കൂടി ജസ്റ്റ് ഒന്ന് പൊടിക്കാം. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി നല്ല മിനുസത്തിലായിട്ട് അരച്ചെടുക്കണം. ഇവിടെ നല്ല മിനുസത്തിൽ കണ്ടില്ലേ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത കടലയിലോട്ട് ചേർക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർക്കുകയാണെങ്കിൽ ആവശ്യത്തിന് കടലക്കറിക്ക്, നമ്മുടെ കടല ഇഷ്ടൂവിന് ഉള്ള വെള്ളമായി. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കിത് വെന്ത കടലയിലോട്ട് ചേർക്കാം. നമ്മുടെ കടല കണ്ടില്ലേ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ ഈ കടലക്കറിക്ക് ആവശ്യമായ അനുസരിച്ച്, നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കടലക്കറിക്ക് നല്ല കൂടുതൽ കൊഴുപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ 1-2 കടല ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ നമ്മൾ തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും ആ കടലയുടെ ഒക്കെ സ്വാദ് ഇറങ്ങി നല്ല സ്വാദാവും ഈ കറിക്ക്. അതുപോലെ തന്നെ കുറേ നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുറുകി വറ്റിക്കും തോറും ഈ കടലക്കറിയുടെ സ്വാദും കൂടും, സ്ലോ കുക്കിംഗ് അനുസരിച്ച്.
അപ്പം നമുക്ക് പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് ഒന്ന് തിളപ്പിച്ച് വേഗം ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുകും കറിവേപ്പിലയും വറുത്തിടുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് കുറച്ച് സമയം ഉള്ളവർക്ക് കുറച്ച് നേരം അത് ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്ന ആ കറിയുടെ സ്വാദ് കൂടും. അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി താളിച്ച് ചേർക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുകും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി നമുക്കൊന്ന് താളിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. നമ്മുടെ കറിയിലോട്ട് ചേർക്കാൻ പോവാണ്. അങ്ങനെ താളിച്ചത് കറിയിൽ ചേർത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ചേർക്കട്ടെ ഇതിലോട്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പെട്ടെന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചാറ് കുറുകേണ്ടവർക്ക് കുറച്ചും കൂടി കുറുക്കിക്കൊണ്ടിരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക.